തള്ള സമ്മതിക്കൂല. ഉച്ചയ്ക്ക് എണീറ്റ് നോക്കിയപ്പോൾ അമ്മേന്റെ കയ്യിൽ ചോറും നല്ല ക്രീം പന്നും എല്ലാം കൂടെ കണ്ട് ഞാൻ അങ്ങോട്ട് പോയി റെഡിയായി അമ്മേനെ റെഡിയായി ഇറങ്ങാൻ പറഞ്ഞു. അമ്മ ഒരു വിധത്തിൽ ഇറങ്ങത്തി. അവസാനം നീണ്ട യുദ്ധത്തിനിടയ്ക്ക് അമ്മേനെ വിളിച്ച് ഞാൻ പുറത്തിറങ്ങി നമ്മൾ ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലെത്തി. എവിടെ മോളെ അമ്മ കമ്മലിട്ടില്ലല്ലോ എന്ന് പറയും. കമ്മലും ഇട്ട് നമ്മൾ ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് ഗൈസിന്റെ ഹോസ്റ്റലിന്റെ അപ്പുറത്തെ സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ മാർക്കറ്റ് കാണാൻ പറ്റും. ഇവിടുത്തെ ഹോസ്റ്റലേഴ്സ് എല്ലാം അവിടെയാണ് പോയി എല്ലാം വാങ്ങിക്കുന്നത്. ഇവിടെ ഒരു ഹോസ്റ്റലുണ്ട്, ഇതുവഴിയാണ് നമ്മൾ പോകേണ്ടത്. അവിടെ സ്റ്റുഡൻസ് ആരും പക്ഷേ ഇല്ല. അവിടെ നിന്ന് നേരെ നമ്മൾ ബസ് കണ്ട് ബസ്സിൽ ഓടിയാണ് കയറിയത്. നമ്മൾ ബസ് കയറിയ സ്ഥലത്തിന്റെ പേര് കോട്ടൂളി. നമ്മൾ പോകുന്നത് കോവൂരാണ്. ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബസ്സിന്റെ സൈഡ് സീറ്റ് ഇരുന്ന മുടി ഒരു കോലമോ. ബസ്സിൽ കൊടുത്ത പൈസ എന്തായാലും എന്റെ അമ്മ ലാഭിക്കുന്നുണ്ട്. വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പി പിടിച്ചിട്ട് ചിരിച്ചോണ്ടാണ് ഇരിക്കുന്നത്. പ്രൈവറ്റ് ബസ് ആയതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല. നിങ്ങളിത് കാണുന്നില്ല, ആ നീല ബസ് അതിന്റെ അപ്പുറം, നമ്മുടെ ബസ് അതിന്റെ അപ്പുറം. ഇയാളത് ഓടിക്കുന്ന കാരണം ഇതിന്റെ അകത്തുള്ള ആൾക്കാർ സ്വന്തം ജീവൻ പോയാണിരിക്കണം. അങ്ങനെ നമ്മൾ അവസാനം എത്തിയിരിക്കുന്നു ഗൈസ്, കോവൂരുള്ള ബൺബു. ഇന്ന് കാണാൻ ശുണ്ടടി ആയതുകൊണ്ട് ഞാനിന്ന് നല്ല വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചു. എന്റെ അമ്മേനെ മെയിൻ പരിപാടിയാണ് എവിടെ ചെന്നാലും ഫോണും എടുത്ത് കുറെ വീഡിയോ എടുക്കുക. ഭയങ്കര പ്രൊഫഷണൽ ആണ് കേട്ടോ. കൊച്ചായിരുന്നപ്പോൾ നമ്മളും ഇതേപോലെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, അതിന്റെയൊക്കെ ഒരു കാലം. ഇതാണ് ഗൈസ് നമ്മൾ കഴിച്ചത്, ന്യൂട്ടല്ല പാമ്പലിന്. ടേസ്റ്റ് വൈസ് നോക്കാനാണെങ്കിൽ ഒന്നും പറയാനില്ല. പിന്നെ ഞാൻ എന്തിനാണ് ഗൈസ് ഹോസ്റ്റലിൽ നിന്ന് ഇവിടെ വരെ ബസ് പിടിച്ചു വന്ന് ഇത് തിന്നത് നിങ്ങൾ ചിന്തിക്കും. എല്ലാവരും ഇവിടെ മസ്റ്റായിട്ട് കയറണം. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. കോവൂരാണ് സ്ഥലം. തിരിച്ച് നമ്മൾ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ കണ്ടത് ഇതാണ്. ഫുള്ള് തീപിടുത്തമായി, ആൾക്കാർ തടിച്ചുകൂടി, ഭയങ്കര ബഹളമായി, ഫുൾ ഫയർഫോഴ്സ് ആയിരുന്നു. പിന്നെ നമ്മൾ വന്നത് ടീക്കോടിലാണ്, മുഗദാർ ബീച്ചിൽ. അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിരുന്നു. ഇവിടുത്തെ ലോഡ് ഫ്രൈസിന്റെ വീഡിയോ പറഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചാണ് ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്യണം. ഒരു സമയത്ത് തന്നെ 5 ലോഡ് ഫ്രൈസ് ഒക്കെ ഇവിടെ ഒരുമിച്ച് പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമുക്കും കിട്ടിയിട്ടുണ്ട്. നമ്മൾ പാൻ കേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കഴിച്ച് നമ്മൾ ബീച്ചിന്റെ കല്ലിന്റെ മണ്ടയ്ക്ക് അങ്ങനെ ഇരുന്നു ഗൈസ്. എന്റെ സൈഡിൽ ഒരു കുട്ടി ഡിപ്രഷൻ അടിച്ചിരിക്കുന്നുണ്ട് ഗൈസ്, നമ്മൾ അവരെ ശ്രദ്ധിക്കണം. ആ കുനുകുന കാണുന്നതെല്ലാം കപ്പിലാണ് ഗൈസ്. കപ്പ് എസ്തെറ്റിക് ആവാൻ വേണ്ടി ഫ്ലാഷ് ഓൺ ആക്കി ഞാൻ തിരിച്ച് വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോൾ ജാൻവിയിൽ കണ്ടു ഗൈസ്. ഇവിടെ ഇതിനെ പറയുന്നത് ആകാശത്തൊട്ടിൽ എന്നാണ്. കുറെ നാളായതുകൊണ്ട് എനിക്ക് കയറണമായിരുന്നു, പക്ഷെ അമ്മയ്ക്ക് താല്പര്യം ഇല്ലായിരുന്നു. അങ്ങനെ അമ്മേനെ വലിച്ചെടുത്ത് ഞാൻ ഇതിൽ കയറി. പേടിയുണ്ടോന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. കയറിയിരുന്നപ്പോൾ അമ്മ ഭയങ്കര സന്തോഷത്തിലാണ്, പക്ഷെ എനിക്ക് ഹൈറ്റ് പേടിയാണല്ലോ, അത് ഞാൻ ഓർത്തില്ല. വിളിച്ച് കയറ്റിയ എന്റെ അവസ്ഥ ഇതായിരുന്നു. ഒന്നും എനിക്ക് പറയാനില്ല. എനിക്ക് നല്ല ഹൈറ്റ്, നല്ല പേടിയായിട്ട് താഴോട്ട് നോക്കാൻ പറ്റും. പുറത്തോട്ട് പോയി കുറച്ചു നേരം നിർത്തുമ്പോൾ നമുക്ക് ഫുൾ ബീച്ച് തന്നെ കാണാൻ പറ്റും. നമുക്ക് ഇപ്പുറത്തെ സൈഡും ബീച്ച്, അപ്പുറത്തെ സൈഡും ബീച്ചാണ് കാണുന്നത്. നല്ല രസം ഉണ്ടായിരുന്നു ആ ഒരു വ്യൂ കാണാൻ, പക്ഷേ നെഞ്ചിടിച്ചിരിക്കുക. അങ്ങനെ അഡ്വഞ്ചർ ഫുഡ് അടിയും കഴിഞ്ഞ് വന്നപ്പോൾ മഴ പെയ്തു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്, ബൈ.